Hello guys. This is for me. Using family variety ഞാൻ പറയാം. Variety ഞാൻ പറയാം. Hello guys. welcome to my Hello guys. Welcome back to my channel. അപ്പോ ഇന്ന് നമ്മള് ഒരു ചലഞ്ച് ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതെന്റെ കസിൻ ആണ്. അപ്പൊ നമ്മുടെ കൂടെ ഇത് കളിക്കാൻ ഒരു ആളും കൂടി ഉണ്ട്. നമ്മുടെ കസിൻ മെഹിനു റഹീം എന്നാണ്. അപ്പൊ വീട്ടിലെ മെഹ്നു എന്നാണ് വിളിക്കാറ്. അതുപോലെ എന്നിട്ട് ആ പേരാണ് വന്നത്. അപ്പൊ നമുക്ക് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മൈ ഡ്രീം. എന്തോ ജോലിയാണോ അങ്ങനെയാണോ? ഫുൾ പറ്റൂല. എന്താവണം? ജോബ്. ജോബ്. അപ്പോ കൊച്ചാട്ട റോങ്ങാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ രണ്ടുപേർക്കും എനിക്ക് പോയിന്റ് ഉണ്ട്. എന്റെ ഡ്രീംസ് ആയിരിക്കും ഗൈസ്. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞോണ്ട് നടക്കും ഗൈസ്. എന്റെ ഡ്രീം എല്ലാം പറഞ്ഞോണ്ട്. നെക്സ്റ്റ് I like spicy or sweet food. എനിക്ക് സ്പൈസി ആണ് ഗൈസ് ഇഷ്ടം. സ്വീറ്റ് ഇഷ്ടമുള്ള എനിക്കറിയാം. സ്വീറ്റ് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. എനിക്ക് സ്പൈസി ആണ് ഇഷ്ടം. ഇനി എന്റെ ഫേവറേറ്റ് സീസൺ. എനിക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് എഴുതിയാലും കൊടുക്കുന്നത്. റെയിനി എനിക്ക് വിന്ററും ഇഷ്ടമാണ്. എനിക്ക് റെയിനിയും ഇഷ്ടമാണ്. എനിക്ക് തണുപ്പാണ് ഇഷ്ടം. റെയിനി വന്നാലും തണുപ്പ് വരും, വിന്റർ വന്നാലും തണുപ്പ് വരും. ഇനി രണ്ടുപേർക്കും 3 points. അപ്പോ അടുത്തത് എനിക്ക് ക്വസ്റ്റ്യൻ അറിയില്ല. ക്വസ്റ്റ്യൻ പ്രിപ്പയർ ആയിട്ട് വേണം ഗീ കുടിക്കാൻ. My favorite chocolate. Which type? Chocolate. I have no doubt in this question. Easy question ആണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞോണ്ട് എല്ലാവർക്കും പറഞ്ഞോണ്ട്. My favorite vehicle. അതുമായിട്ടാ I know. ബുള്ളറ്റ് ആണ് ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ബുള്ളറ്റ് വിട്ട് ഒരു കളിയില്ല എനിക്ക്. അപ്പൊ ഇനി അടുത്ത മൈ ഫേവറേറ്റ് സബ്ജക്ട്. രാവിലെ പറഞ്ഞതേ ഉള്ളൂ, എനിക്കറിയാം. എനിക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഇല്ല. ഹിന്ദിയാണ് ഇഷ്ടം. ഒന്നുപോലെ ഇതുവരെ തെറ്റിയിട്ടില്ല. ഈ ഹിന്ദിക്ക് എല്ലാവരും ഫുൾ ആണ്. ഫുൾ ഞാൻ 8ാം ക്ലാസ് ഹിന്ദി പഠിച്ചത്. അപ്പൊ ഇനി ഞാൻ നിർത്തുവായില്ല. പക്ഷെ മാർക്ക് സെയിം മാർക്കായിരിക്കും. ഇനി നമ്മള് പഠിക്കുന്നതല്ലാത്ത ആക്ടിവിറ്റി ചെയ്യില്ലേ, അതേപോലത്തെ ഇത് സ്കൂളിലുള്ള പിരീഡ്. എനിക്കറിയാം. ഡാൻസ്. എനിക്ക് ഡാൻസ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഡാൻസ് എനിക്ക് മൺഡേ ആണ് ഉള്ളത്. അപ്പൊ ഞാൻ മൺഡേ എന്തായാലും പോയിരിക്കും ഡാൻസ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഡ്രോയിങ് ഡാൻസ്. കാരണം ഡാൻസ് എന്നുള്ള പീരീഡ് റീൽസിന്റെ പീരീഡിലുള്ള മീൻസ് ക്ലാസ്സിലുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഡ്രോയിങ് എന്തായാലും കാണുമല്ലോ. ഡ്രോയിങ് നേരിട്ടില്ല, ആർട്ടാണ്
ആണുള്ളത്. ആർട്ട് ബുക്കിലാണ് ചെയ്യുന്നത്. ഡ്രോയിങ് ആണ്. ഞാൻ ചെയ്യുന്നതല്ല, ഞാൻ ഹാഫ് എഴുതുന്നുള്ളൂ. റോളാണ്. അപ്പൊ ഇനി എനിക്ക് ഏത് വർഷമാണ്, ഏത് ഇയർ ആണ് എനിക്ക് വെസ്റ്റേൺ ഡാൻസിന് ഫസ്റ്റ് പ്രൈസ്? ഫസ്റ്റ് പ്രൈസ് ഏത് ക്ലാസ്സിന്? എണ്ണട്ടെ, ക്ലാസ് എഴുതിയാ ഏത് ക്ലാസ്സിന് എഴുതിയാൽ മതി? വർഷം അല്ലെങ്കിൽ ക്ലാസ് മതി. ക്ലാസ്സിന് വർഷം ഏതാണെങ്കിൽ എഴുതാം. ക്ലാസ് എഴുതും. ഫസ്റ്റ് ആണേ. അതിന് ഇപ്പൊ എത്ര ക്ലാസ്സിലൊന്നും ആലോചിക്കണ്ടേ, നല്ല എഴുതാൻ പറ്റുള്ളൂ. ഫോർത്ത് ആണ്. LKGക്ക് വെസ്റ്റേൺ ഡാൻസ് കളിച്ചില്ല. കളിച്ചിട്ടില്ല. പണ്ട് ഒരു കുഞ്ഞിലൊരു ഒരു ഡാൻസ് കളിച്ചു. സിനിമാറ്റിക് ഡാൻസ് ആണ്. അത് പ്രൈസ് കിട്ടുന്ന പ്രോഗ്രാം കളിച്ചതാണ്. അപ്പൊ എനിക്ക് ഫോർത്തിലാണ് വെസ്റ്റേൺ ഡാൻസിന് എനിക്ക് ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് അത് ഈ വർഷം ഫിഫ്ത്ത് സെക്കൻഡ് കഴിഞ്ഞ വർഷം ഓർമ്മയായിരുന്നു. അപ്പൊ ഇനി അടുത്തത് എനിക്കറിഞ്ഞൂടാ. മൈ ഫേവറേറ്റ് കളർ. ആയിനോ രണ്ടെണ്ണല്ലേ നിനക്ക്? I have four. Favorite one. ഉണ്ടെന്ന് പറഞ്ഞ പല ഒന്നും നമ്മൾ എഴുതിയ മാർക്കുണ്ടേ. ഓക്കെ സെയിം ആണ്. എല്ലാം സെയിം ആണ്. ബ്ലാക്ക്, റെഡ്, വൈറ്റ്, പിന്നെ അത് പിങ്ക്. പിങ്ക് ഇഷ്ടമാണ്. ചിന്തയും ഞാൻ ഇപ്പൊ ആലോചിച്ചപ്പോ ഇനി രാത്രി ആക്കി തുടങ്ങാൻ അല്ല, എനിക്ക് അങ്ങനത്തെ പറ്റില്ല. I like morning or night. അത് കൺഫ്യൂഷൻ ആണ്. എനിക്ക് എനർജി വരുന്ന സമയം, എനിക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി തോന്നുന്ന സമയം അത് എന്താണ് എനിക്ക്? നീ എല്ലാ സമയത്തും പലപ്പോഴും പലതാണ്. ഞാൻ മാർക്ക് കൂട്ടുന്നില്ല. മാർക്ക് കൂട്ടുന്നുണ്ട്. ഞാൻ എഴുതുന്നുണ്ട്. എനിക്ക് കൂട്ടി കൂട്ടി പോകുന്നത്. മോർണിംഗ് ഓർ നൈറ്റ്? എനിക്ക് മോർണിംഗ് ആണ് ഇഷ്ടം. കുറച്ച് നൈറ്റ് ആണ് ഇത്. എനിക്ക് മോർണിംഗിലാണ് ഒരു ഊർജ്ജം വരുന്നത്. എല്ലാം ചെയ്യാൻ എനർജി വരുന്നത്. പക്ഷെ എനിക്ക് നേരെ 6 മണി കഴിഞ്ഞാൽ എനിക്ക് എല്ലാം എഴുതി വരും. എനിക്ക് ഒരു മോർണിംഗിൽ പഠിക്കാനാണ് ഇഷ്ടം. മോർണിംഗിൽ എനിക്ക് ഉറങ്ങാനുള്ള മൂടാണ്. ഇഷ്ടമില്ല. അപ്പൊ ഇത് തലകുത്തനെയാണ്. നമ്മൾ അമേരിക്ക ഇരിക്കാവുന്നതാണ്. My favorite ഓൺ ദ സ്പോട്ട് പ്രിപ്പയറിംഗ് ആണ് ക്വസ്റ്റ്യൻ. I don't know. I am saying one friend, my friend Nayi. എന്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അപ്പൊ ഏത് ഫ്രണ്ടിന്റെ പേരാണ് ഇടുന്നത് ആളൊന്ന് കമന്റ് ചെയ്യണം. എന്റെ ഫ്രണ്ട്സ് എല്ലാം കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ആരാണ് എഴുതുന്നതെന്ന് വെച്ചാ ഒന്ന് കമന്റ് ചെയ്യുക. ഇവിടെ പറഞ്ഞു കൊടുക്കണം തോന്നുന്നു. ഞാൻ അറിയാം. അല്ല, ഞാൻ കൃഷ്ണേന്ദു. ഞാൻ 3 അക്സെപ്റ്റ് ചെയ്യാണ്. കാരണം എനിക്ക് 3 പേരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ മോനെ എഴുതിയത് അറിയാവുണ്ടെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് എല്ലാവരും പേരും അറിയാം. ക്ലാസ്സിൽ ഏകദേശം ഒരാളും കൂടെ ഉണ്ട്. ആ ആള് പക്ഷെ എന്റെ കസിൻ അത്ര അറിയില്ല. റഫ്ന എന്റെ ഫ്രണ്ടാണ്. ഇവിടെ കൃഷ്ണേന്ദു, ഫൈഹ, ഹാസിനിയാണ്. ഡൗട്ട് ആയിരുന്നു എന്റെ കസിന് പറയാ എന്റെ ഫ്രണ്ടിന്റെ പേര്. രണ്ടുപേരും ഓരോ
ഇത് എന്നുവെച്ചാൽ ഓരോ കൃഷ്ണേതു ഫൈഹ ഹാസിനി കസിനി അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ അപ്പൊ ഈ കൃഷ്ണേതു ഫൈഹയും ഹാസിനി ഒന്ന് കമന്റ് ചെയ്യണം ഗൈസ്. റഫ്നയും റഫ്ന ചെയ്താൽ മറന്നുപോയി ഗൈസ്, സോറി റഫ്ന. അപ്പൊ കേട്ടിട്ടുണ്ട് ദിയയുടെ ഫ്രണ്ട് ആണെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു, ആണോ അതെ. അപ്പോ നെക്സ്റ്റ് പെട്ടെന്നാകട്ടെ. എനിക്ക് കേരളത്തില് ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പോണം എന്ന് എപ്പോഴും പറയുന്നുണ്ട്. ഇപ്പൊ ഈ ദിവസം പറഞ്ഞു മൂന്നാറിൽ തന്നെയാണ് ഇടുക്കിയിലാണ് മൂന്നാർ. അപ്പൊ രാവിലെ ഞാൻ വന്നപ്പോ കൂടിയിട്ട് മൂന്നാറാണ്. എനിക്ക് 10 പോയിന്റ്. 1 2 3 4 5 6 7 8 9 10 11. ഒന്ന് ഏതാവത് പറഞ്ഞു. അപ്പോ ഇനി which type of movie I like? അതെനിക്ക് എക്സാമ്പിൾ ഞാൻ ഒരു 2 എനിക്ക് 2 ഡൗട്ട്. ക്രൈം ത്രില്ലർ, കോമഡി, ഹൊറർ ഏതോ എനിക്ക് ഡൗട്ടാണ്. രണ്ടും തെറ്റി ഗൈസ്. എനിക്ക് ഹൊറർ ആണ് ഇഷ്ടം. എനിക്ക് ഹൊററും കോമഡി ആയിരുന്നു ഡൗട്ട്. എനിക്ക് ഹൊറർ ആണ് ഇഷ്ടം. ഇവിടെ ക്രൈം ത്രില്ലറും ഇവിടെ കോമഡിയും ആണ്. ഇവിടെ ക്രൈം ത്രില്ലർ കാണുന്ന സിനിമയിൽ പലതും മനസ്സിലാവാറില്ല. ഇത് എന്താണ് ആ ട്വിസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലാവാറില്ല. എനിക്ക് ക്രൈം ത്രില്ലറാണ് ഇഷ്ടം. അത് എങ്ങനെയൊക്കെ എത്ര പശ്ചാത്തലം ചെയ്തല്ല ഞാൻ കൊണസ്റ്റുള്ളായിരുന്നു, എനിക്ക് അതാണ് ഇഷ്ടം. സിനിമ ഉണ്ട്, ഏ സിനിമയാണ് പ്രിഫറൻസ് ചെയ്തവരെ. കോമഡിയും ഹൊററും. അപ്പോ ഇനി എന്റെ ക്ലാസ് ടീച്ചറിന്റെ പേര് അറിയാം? അതെനിക്ക് അറിഞ്ഞൂടെ? ഇത്രയും വർഷത്തിലും ഒരു ക്ലാസ് ടീച്ചറിന്റെ പേര്, ഒരു ക്ലാസ് ടീച്ചർ. പക്ഷെ അത് അങ്ങനെ വരേണ്ടതല്ല, അതാണ് ഗെയിം. ഹൂ നോസ് മീ ബെറ്റർ? ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ദിയയുടെ ക്വസ്റ്റ്യൻ ഞാൻ ഒരു ഇത് കൊടുത്തതാണ്. സുജ മിസ് ആണ് ഇപ്പോ എന്റെ ക്ലാസ് ടീച്ചർ. ദീപ മിസ് കഴിഞ്ഞ വർഷത്തെ മിസ് ആണ്. അപ്പൊ മാർക്ക് കൊടുക്കും. അപ്പോ നെക്സ്റ്റ് എന്താണ്? No, 20 questions. 4 5 6 I have 20 questions. 49 കൂടി. Okay. Next, my favorite hobby. 2 hobbies. You want to 2? രണ്ടും അവർക്ക് അറിയാവുന്നതാണ്. അപ്പൊ എനിക്ക് രണ്ടും എഴുതിയേ പറ്റും. ഞാൻ കൂടുതലും ചെയ്യുന്ന കാര്യമാണ് ഡ്രോയിങ്ങും ഡാൻസിങ്ങും ആണ് എന്റെ ഹോബി. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ എന്റെ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻസ് ഊഹത്തിലിരിക്കും. എനിക്ക് പോലും അവരുടെ കേസ് എത്രയാണെന്ന് ആണെന്ന് തോന്നുന്നു. 22 അല്ല 21 ആണ്. 21 ആണ്. 20ക്ക് മേളിൽ എഴുതിയോണ്ട് നമുക്ക് മാർക്ക് തരാം. അല്ല 23 ആയിരുന്നു. രണ്ട് സ്റ്റുഡൻസ് പോയി. എന്റെ ഒരു സ്റ്റുഡന്റ് പോയ കാര്യം പറഞ്ഞു. 2 സ്റ്റുഡൻസ് പോയി, അതുകൊണ്ട് 21 ആണ്. ആർക്ക് വേണം? മാർക്കിനകത്ത് അരിയില്ല. രണ്ടുപേർക്കും ഞാൻ മാർക്ക് തരില്ല. നെക്സ്റ്റ് എന്താ ചോദിക്കാം? 5 ചോദിക്കാം. അപ്പോ ഇനി ഞാൻ ജനിച്ച കൃത്യം സമയം, കറക്റ്റ് സമയം. എന്തോ സമയം പറഞ്ഞുതരാം. 5ന്റെയും 6ന്റെയും നടുക്കാണ്. 5ന്റെയും 5ന്റെയും 90ന്റെയും 90
590 മനസ്സിലായില്ല. 5 o'clockന്റെയും 5:19ന്റെയും നടുക്കിന്റെയും ഇത് അവിടെ നടുക്കല്ല. അത് വേണ്ട, അടുത്ത ദിവസം പറ. അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കണ ആർക്കും അറിഞ്ഞൂടെ എത്തുകയാണ് ചോദിക്കണേ. 5:19 5:19 AM-നാണ്. ഓ ശരി, ബാക്കി ബാക്കി ഉറക്കം വരുന്നത് ഗൈസ്, കുറെ നേരമായി. പെട്ടെന്നാവട്ടെ. ഇത് നമുക്ക് 15 നിർത്താം. നോ പ്രോബ്ലം. എന്റെ ക്ലാസ്സിൽ എത്ര വിൻഡോ ഉണ്ട്? വിൻഡോ ഒന്ന് എണ്ണി നോക്ക്. ക്ലാസ് കണ്ടിട്ടില്ല, ഞാനേ കണ്ടിട്ടുള്ളൂ. 2 ചുവരില് ഇത് കാര്യം പറയട്ടാ, ഹൂ നോസ് മീ ബെറ്റർ ആണ്, ക്ലാസ് അല്ല. സോറി ഗൈസ്, തെറ്റിപ്പോയി. ക്ലാസ് കണ്ടിട്ട് ഞാൻ എങ്ങനെ എന്റെ ക്ലാസ്സിലെ വിൻഡോ പറയണോ? മൈ ബസ് നമ്പർ അതും എനിക്ക് അറിഞ്ഞൂടാ. അത് ശരിയാവില്ല, അതാണ്. ഞാനും ആ ബസ്സിലാണ് വന്നോണ്ടിരുന്നത്, സോ എനിക്കറിയാം. അല്ല പറ്റൂല, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ഞാൻ പറ്റൂല. ഇങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങൾ വേണം ചോദിക്കാൻ, എന്തായാലും എനിക്കറിയാം. അല്ലാണ്ട് ഇങ്ങനെ ഈ ക്വസ്റ്റ്യനും പോയി. ടീച്ചറിന്റെ പേര്, പിള്ളേരെ മൈ ഫേവറേറ്റ് പ്ലാനറ്റ്. ഇത് തീർന്നില്ലേ? എനിക്ക് പ്ലാനറ്റ് ഉണ്ട്. ജൂപ്പിറ്റർ, ഭാവിയിൽ പോയി സ്ഥലം വാങ്ങിക്കാനായിരിക്കും. അതൊക്കെ പറ്റൂലേ? അപ്പൊ ഇത്താരാണ് വിന്നർ. ഇവിടെ തോറ്റിരിക്കുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങളല്ല ബസ് നമ്പറിന്റെ പേര്, ബസ്സിലെ ആന്റിന്റെ പേര്, ടീച്ചറിന്റെ പേര്, ക്ലാസ്സിൽ എത്ര വിൻഡോ ഉണ്ട്. അപ്പൊ ഗൈസ് എനിക്ക് ഇനി ക്വസ്റ്റ്യൻസ് അറിയില്ല. അപ്പൊ ഫൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഈ വീഡിയോ. അപ്പൊ ഇനിയും ചലഞ്ചിങ് വീഡിയോ വേണമെങ്കിൽ കമന്റ്. അപ്പൊ ഫ്രണ്ട്സ് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത് റഫ്ന ഉണ്ട്. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ